ഇലക്ട്രിക് വാഹനങ്ങളുടെ ആക്സെപ്റ്റൻസിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ എടുത്തു തുടങ്ങി. വാഹന നിർമ്മാണ കമ്പനികളും വ്യത്യസ്തമായിട്ടുള്ള കളറുകളിൽ, വ്യത്യസ്തമായിട്ടുള്ള റേഞ്ചുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കി തുടങ്ങി. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനം ഏതാണെന്നുള്ള ചോദ്യത്തിന് ഒരു പക്ഷേ ടാറ്റ മോട്ടോഴ്സിൻ്റെ നെക്സോൺ EV എന്നായിരിക്കും ഉത്തരം വരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുള്ളത് മുംബൈയിലാണ്. മുംബൈയിൽ നമ്മൾ വന്നിട്ടുള്ളത് അതേ നെക്സോൺ EVയുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റിന്, അതായത് നെക്സോൺ EV മാക്സിൻ്റെ ഡാർക്ക് എഡിഷനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നെക്സോൺ EV ഡാർക്ക് എഡിഷനിലേക്ക് വന്ന സമയത്ത് വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇതൊരു വോക്ക് അറൗണ്ട് വീഡിയോ ആണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക്, നെക്സോൺ EV മാക്സ് ഡാർക്ക് എഡിഷൻ്റെ വോക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഡാർക്ക് എഡിഷനിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ തന്നെയാണ് എന്ന് പറയാം. ഒരു മിഡ് നൈറ്റ് ബ്ലാക്ക് കളറിനകത്താണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ മാറ്റം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡാർക്ക് എഡിഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഡാർക്ക് തീംഡ് വാഹനങ്ങൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വാഹന വിപണിയിൽ ഇറക്കുന്നതിൽ ടാറ്റ മോട്ടോഴ്സിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ഹെഡ്ലാമ്പ് ട്രയാരോ ഡിസൈനിൽ വന്നിട്ടുള്ള DRLോട് കൂടിയിട്ടുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. 2 ചേമ്പറുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സാറ്റിൻ ബ്ലാക്ക് ഹ്യൂമാനിറ്റി ലൈൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നേരത്തെ നമ്മൾ ഒരു ഇലക്ട്രിക് കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കളർ അത് EVയിലേക്ക് വന്ന സമയത്ത് മാറി. അതുപോലെ തന്നെ EV ബാഡ്ജിങ്, അതായത് ഒരു ഇലക്ട്രിക് കളറോട് കൂടി തന്നെ അവിടെ വന്നിട്ടുണ്ട്. വിശ്വവിഖ്യാതമായിട്ടുള്ള ടാറ്റയുടെ ലോഗോ, അതുപോലെ തന്നെ ട്രയാരോ ഡിസൈൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഹൗസിങ്ങിൻ്റെ സൈഡിൽ നമുക്കൊരു ഇലക്ട്രിക് കളറും ഫോഗ് ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. ലുക്ക് വൈസ് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന അതേ നെക്സോൺ EV തന്നെയാണ്. കളർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. റേഞ്ചിലും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. 453 തന്നെയാണ് അറേ പ്രകാരം നെക്സോൺ EV ഡാർക്ക് എഡിഷൻ്റെയും റേഞ്ച്. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഡാർക്ക് എഡിഷനിലേക്ക് വന്ന സമയത്ത് നമുക്കൊരു ചാർക്കോൾ ഗ്രേ കളറായിട്ടുള്ള അലോയ് വീലിനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്കും അതുകൂടി പുറത്തുനിന്ന് കാണുമ്പോൾ, ഇപ്പോൾ ഈ ലൈറ്റിനകത്ത് കാണുമ്പോൾ ഏറെക്കുറെ തത്തുല്യമാണെങ്കിലും പുറത്തുനിന്ന് കാണുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ EV എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, അതുപോലെ തന്നെ ആഷ് ഡാർക്ക് എന്ന് പറയുന്ന ഡാർക്ക് ബാഡ്ജിങ് ഈ ഒരു ഫെൻഡറിൻ്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ലുക്ക് വൈസ് കുറച്ചുകൂടി ഒരു മസിൽ വാഹനമാണ്. അതിൻ്റെ ആ ഒരു ക്യാരക്ടർ ലൈനുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് സൈഡിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബ്ലാക്ക് തീമഡായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മാറ്റ് ബ്ലാക്ക് കളറിലാണ് റൂഫ് റെയിൽസിനെയും ക്രമീകരിച്ചിട്ടുള്ളത്. പോലെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ സൈഡ് വ്യൂ മിറേഴ്സും കാര്യങ്ങളും അതിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേപോലെ തന്നെയാണ് എന്ന് പറയാം. നേരത്തെ നമ്മൾ കണ്ട അതേ 4 ചാർജിങ് ഓപ്ഷനുകൾ തന്നെയാണ് വരുന്നത്. 3.3 മുതൽ 56 kWh വരെയുള്ള ആ ഒരു ചാർജിങ് പാക്ക് തന്നെയാണ് ഇതിനകത്ത് ഇപ്പോഴുള്ളത്. അത് ഏകദേശം 15 മണിക്കൂർ മുതൽ 56 മിനിറ്റ് കൊണ്ട് വരെ നമുക്ക് ചാർജ് ചെയ്യാം. അതായത് AC ഹോം ചാർജർ ആകുമ്പോൾ 15 മണിക്കൂറും അത് DC ഫാസ്റ്റ് ചാർജറിലേക്ക് വരുന്ന സമയത്ത് 56 മിനിറ്റുമാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് നെക്സോൺ എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാം. അത് ഒരു ബ്ലാക്ക് തീമിലേക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സിപ്ട്രോൺ വളരെ പ്രൂവണായിട്ടുള്ള ടെക്നോളജി. ശരിക്കും പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ വലിയൊരു ഗുണമാണ് ഈ സിപ്ട്രോൺ ടെക്നോളജി. ഭയങ്കര പ്രൂവണായി തുടങ്ങി. ഇതുപോലെ ടിയാഗോയിൽ കണ്ടു, അതുപോലെ ടിഗോറിൽ കണ്ടു. നെക്സോൺ EV ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് അവർ ആക്സെപ്റ്റൻസ് ആയി. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ EV ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ട്രയാരോ ഡിസൈനിൽ വന്നിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ്, അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ബോർഡ് സ്പേസും നമുക്കിവിടെ ഉണ്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബോർഡ് സ്പേസ് തന്നെയാണ്. അതിന് താഴ്ഭാഗത്ത് സ്പെയർ വീലിനെയും ക്രമീകരിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു 6ൽ കൂടുതൽ ബാഗേജുകൾ കൊള്ളുന്ന തരത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള മാനുവലി ഓപ്പൺ ചെയ്ത് മാനുവലിനെ ക്ലോസ് ചെയ്ത് അവിടെ ഇതൊക്കെ കൊടുത്തിട്ട് പിടുത്തം. അതുകൊണ്ട് തന്നെ വെറ്റാവുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ബോഡിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാം എന്നതാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. സ്വാഭാവികമായിട്ടും വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന സമയത്ത് ടാറ്റ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്ലോബൽ എൻക്യാപ് റേറ്റിങ്ങിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ചർച്ചയായിട്ടുള്ളൊരു മോഡലാണ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിങ്ങോട് കൂടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു പുലിയെയും കടുവയെയും നമുക്കിവിടെ കാണാൻ കഴിയും. കടുവയാണെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അകത്തേക്ക് പോകണം. അതിന് മുന്നേ 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇവിടെ നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിനെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൻ സെൻസിങ് വൈപ്പറുകളാണ്. ഒരു ഇലക്ട്രോണിക് സൺ റൂഫും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. നൈസല്ല സംഭവം. ഓക്കെ, ഇനി നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്ന സമയത്ത് ഒരു ലെതററ്റ് ഇൻറ്റീരിയറാണ്. അതും ഒരു ബ്ലാക്ക് തീമിൽ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. പൊതുവേ എനിക്കൊരു ബ്ലാക്ക് ഇൻറ്റീരിയറിനോട് കുറച്ചുകൂടി താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ വളരെ മനോഹരമായി എന്ന് പറയും. വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് വരുന്നത്. ലെതർ അപ്പോൾസ്ട്രിയാണ്. അതിൻ്റെ ബട്ടൺസ് സീറ്റിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് നേരത്തെ നമ്മൾ EV മാക്സിൽ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് ഇവിടെ തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കൊടുത്തതിൻ്റെ അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കൽ കൺട്രോൾസുകളൊന്നുമില്ല. അതൊക്കെ ഇപ്പോഴും മാനുവൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നതാണ്. ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ആ ട്രയാരോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊരു ലെതററ്റ് മെറ്റീരിയലായിട്ട് വന്നിട്ടുള്ളത്. ഈ ട്രയാരോ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് നൈസ്. അതുപോലെ തന്നെ ഹർമൻ്റെ ഒരു പ്രീമിയം സൗണ്ട് സിസ്റ്റവും നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള 2.0 വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റിയറിംഗ് അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ കാര്യമായിട്ടുള്ള മാറ്റമില്ല. ഡാഷ്ബോർഡിൽ എന്നാൽ വലിയ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതിലേക്ക്
ഞാൻ വരാം. അതിന് മുമ്പ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ പറയാനില്ല. അത് ഒരു അനലോഗും അതുപോലെ തന്നെ ഡിജിറ്റലും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് വരുന്നത്. അതിനകത്ത് ട്രിപ്പ് മീറ്റർ, അതുപോലെ തന്നെ ഇനി എത്ര ദൂരം സഞ്ചരിക്കാം, ബ്രേക്കിൻ്റെ ലെവൽ, അതുപോലെ ബ്രേക്ക് റീജനറേഷൻ ലെവൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇതിനകത്തൊരു ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും ലെവൽ അനുസരിച്ച്. അതെന്ന് വെച്ചാൽ ആ ഒരു ഗ്രാഫ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മൈലേജ് ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു ബ്ലൂ കളറൊക്കെ വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ് കൊടുത്തുള്ളത്. അതിനകത്തൊരു ഇലക്ട്രിക് ലൈനൊക്കെ കൊടുത്ത് ആ ഒരു ഏരിയയെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഡാർക്ക് എഡിഷനിലേക്ക്, അതായത് നെക്സോൺ EV മാക്സിയുടെ ഡാർക്ക് എഡിഷനിലേക്ക് വന്ന സമയത്തുള്ള വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതായത് 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള ഫീച്ചറുകളോടുകൂടി വന്നിട്ടുള്ള കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് എന്ന് പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നുകൂടി കാണിക്കാം. നമ്മൾ റിവേഴ്സ് കയറിട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ക്യാമറ HD ക്വാളിറ്റി, നമ്മൾ HD ദൃശ്യമികവ് എന്ന് പറയില്ലേ, അതുപോലെ HD ദൃശ്യമികവോടുകൂടി വന്നിട്ട് റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. അത് ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന സമയത്ത് കുറച്ചൊരു പ്രശ്നം, കാരണം വെച്ചാൽ ഇപ്പോൾ ബ്ലൂ ലൈറ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് ശരിക്കും പുറത്തിറക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് കാണും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കുറച്ചും കൂടി ക്ലാരിറ്റി കൂടി, അതായത് പിക്സൽ റേറ്റ് ഒക്കെ കൂട്ടി കുറച്ചും കൂടി HD ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് തന്നെയാണ് സംഭവം. നൈസ്. സൗണ്ടൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കമാൻഡിൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. 6ഓളം റീജിയണൽ ലാംഗ്വേജുകളിൽ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കമാൻഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ കമാൻഡ് ബട്ടൺ തക്കിയിട്ട് ഇൻക്രീസ് ഫാൻ സ്പീഡ് ബൈ 3. ഓക്കേ, ഇൻക്രീസിംഗ് ഫാൻ സ്പീഡ് ടു 5. എടാ ഇപ്പോൾ 2 ആണ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഇൻക്രീസ് 3 ആയപ്പോൾ 5ലേക്ക് അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് കമാൻഡുകൾ, 180ഓളം കമാൻഡുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് പല ഭാഷകളിൽ, ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി, ബംഗാളി, തെലുങ്കു, മലയാളത്തിൽ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഷകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമാൻഡ്സ് കൊടുക്കാൻ പറ്റും എന്നുള്ളതും ഒരു വലിയ മാറ്റമായിട്ട് പുതിയ വാഹനത്തിനകത്ത് വന്നാണ്. ടെക്നോളജിയുടെ അതിപ്രസരം അല്ലേ, അങ്ങനെ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ ഡാഷ്ബോർഡിനകത്ത് നമുക്ക് ഇവിടെയൊക്കെ ട്രയാരോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ബട്ടൺ നിൽക്കിയാൽ മാജിക് അല്ല, താഴെ ഗ്ലോ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്തും നമുക്കൊരു കടുവയെ കാണാം. ഒരു കടുവ, നൈസ്. അതുപോലെ തന്നെ കപ്പ് ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട്, കാർഡ് ഹോൾഡർ കാണാം, പെൻ ഹോൾഡർ കാണാം, പേഴ്സ്, അതായത് വാലറ്റ് ഹോൾഡറും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഒരുപാട് കാര്യങ്ങളുള്ള, ശരിക്കും ഒരു ഫ്ലൈറ്റിലേക്ക് കിട്ടുന്ന ഒരു ട്രേ പോലെ അല്ലേ, യാത്രക്കിടയിൽ സാധനങ്ങളൊക്കെ വെക്കാം. അതുപോലെ തന്നെ ഡബിൾ ഡെക്കറാണ്, അതായത് 2 തട്ടുകളായിട്ട് ക്രമീകരിച്ചുള്ള ഗ്ലോ ബോക്സ്, കൂൾഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. ഇതെല്ലാം ഒരു സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നൈസ്, കൊള്ളാം. ശരിക്കും ഈ പുതിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നപ്പോൾ കുറച്ചും കൂടി ഒരു വൃത്തിയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. നൈസ്, ഒരു സാധാരണ നമ്മൾ കണ്ട നെക്സൺ EV അല്ല എന്നുള്ളൊരു തോന്നൽ ശരിക്കും അവിടെ വരുന്നുണ്ട്. ഇനി കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു നെക്സോൺ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എയർ കണ്ടീഷൻ്റെ കൺട്രോൾ, ഹിൽ ഡീസൻ കൺട്രോളിൻ്റെ കൺട്രോൾസ്, ഡോർ ലോക്ക് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ, ചാർജിങ് പ്ലഗിനെ റിലീസ് ചെയ്യാനുള്ളത്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാം. 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ USB പോർട്ട് കാണാം. അതുപോലെ തന്നെ ആഭരണത്തോടു കൂടി വന്നിട്ടുള്ള ഇവിടെ ട്രാൻസ്മിഷൻ, അതായത് ഇതിനകത്ത് കുറച്ചൊരു എലമെൻ്റ് ഒക്കെ കൊടുത്ത് കുറച്ചുകൂടി ഒരു ലക്ഷറി ഫീലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. റീജനറേറ്റീവ് മോഡിൻ്റെ ബട്ടൺ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എക്കോ മോഡ്, സ്പോർട്ട് മോഡ്, അങ്ങനെ 2 മോഡുകളെ സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസ് കാര്യം, ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺ, അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് പോർട്ട്, അതുപോലെ ഇവിടെ ചെറിയൊരു പേന അല്ലെങ്കിൽ കീ ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ, പക്ഷേ കീയോടെ കറക്റ്റ് അങ്ങനെ ചാരി വെക്കാനേ പറ്റുള്ളൂ. ആ തരത്തിൽ കൊടുത്തുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതെല്ലാം ലെതറാണ് വരുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തും ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. നൈസ്, കൊള്ളാം, സൂപ്പറാണ് സംഭവം. പുതിയ എഡിഷനിലേക്ക് വന്നപ്പോൾ കുറച്ച് നല്ല രസകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ സൺറൂഫ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സൺറൂഫും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് സെക്കൻഡ് റോയിലാണ്. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്നൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, അതായത് ഫ്രണ്ടിൽ നിന്നുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഡോറിൻ്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ലെതർ എലമെൻറ്റുകളാണ് കൊടുത്തത്. പക്ഷേ ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്ത് ലെതർ അല്ല, അവിടെ പ്ലാസ്റ്റിക് എലമെൻറ്റാണ് കൊടുത്തത്. പക്ഷേ അത് ഡ്രൈവറുടെ സൈഡിലും ലെതർ ആയിരുന്നു. അപ്പോൾ ഇവിടെ കൂടി ലെതർ വന്നാൽ നല്ലതായിരുന്നു. ബാക്കിൽ വെന്റിലേഷൻ ഇല്ല, ഫ്രണ്ടിൽ മാത്രമാണ് വെന്റിലേഷൻ ഉള്ളത്. AC വെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു മൂവ്മെൻറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ആൾക്കാർക്കും AC ഒക്കെ ഇപ്പോൾ നിർബന്ധമായി തുടങ്ങി, കാരണം അത്രമാത്രം ചൂടാണ്, അൺസഹിക്കബിൾ ചൂട് അല്ലേ. ഓക്കെ, ലെഗ് റൂമും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. തൈ സപ്പോർട്ടും മോശമൊന്നുമല്ല, കുറച്ച് നീളമുള്ള സീറ്റാണ്. പക്ഷേ എൻ്റെ നീളം കുറച്ച് കൂടുതലായതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ ഒരു 3 പേരിൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാലുള്ളിലേക്ക് കയറ്റി വെച്ച് നമുക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റും. അതുപോലെ ആംബ്രസ്റ്റുകളും ഇവിടെ കൊടുത്തിട്ടുള്ളതിനകത്ത് 2 കപ്പ് ഹോൾഡറും കാണാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന നെക്സോൺ EV മാക്സിനോട് തുല്യം തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മളിതിനെ പരിചയപ്പെടുത്തിയപ്പോൾ നേരത്തെ കാണാത്ത ആളുകൾക്ക് ഒന്നുകൂടി കാണാം, അതുപോലെ തന്നെ കണ്ട ആളുകൾക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് വീണ്ടും നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാറ്ററിനെ കുറിച്ചും അതുപോലെ തന്നെ മോട്ടറിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്നും ചെയ്യുന്ന പോലെ തന്നെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം.
ഇനി ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 40.5 കിലോ വാട്ട് ബാറ്ററിയാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്, അതായത് ചാർജിങ് ഒക്കെ കൊടുക്കുന്ന സംഭവം. പിന്നെ അതുപോലെ തന്നെ പെർമനൻറ്റ് മാഗ്നറ്റിക് സിങ്ക്രണസ് AC മോട്ടോഴ്സാണ് ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മോട്ടർ എന്ന് പറയാം. അത് 143 PS പവറും 250 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബാറ്ററി പാക്കാണെന്ന് പറയാം. സിപ്ട്രോൺ എന്ന് പറയുന്ന അവരുടെ EV, അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നോളജി ഞാൻ നേരത്തെ പറഞ്ഞു. ഒരുപാട് ആളുകൾ വിശ്വാസത്തോടുകൂടി യൂസ് ചെയ്യുന്നു. നമ്മൾ പല ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നെക്സോൺ EV തന്നെ 1,00,000 കിലോമീറ്റർ ഓടിയ ഒരാളുടെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പെട്രോളിൻ്റെ കാൽക്കുലേഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഫ്യൂവൽ അടിക്കുന്ന പൈസ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് വാഹനത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ലാഭമാണ്. പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർ സീറോ കോസ്റ്റിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് സോളറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യുന്നവരും ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഇതിന് വലിയൊരു പ്രത്യേകത. അത് ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ കുറേ പൈസ നമുക്ക് ലാഭിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ നെക്സോൺ EV ഡാർക്ക് എന്ന് പറയുന്ന പുതിയ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ പുതിയ വേരിയൻ്റ് എന്ന് പറയാം. ടോപ്പിലെ 2 വേരിയൻറ്റുകളിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. ഉടനെ തന്നെ ടാറ്റ മോട്ടോഴ്സ് അനൗൺസ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, നെക്സോൺ EV ഒരുപാട് ആളുകൾ ഏറ്റെടുക്കാനുണ്ടായ ഒരു കാരണം, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വാങ്ങാനുണ്ടായിരുന്ന ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ പറയാമെന്ന് ഉദ്ദേശിച്ചു. ഒന്ന്, ഇതിൻ്റെ ലുക്ക്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള നെക്സോൺ എന്ന് പറയുന്ന അതേ ലുക്കിൽ തന്നെയാണ് ഈ നെക്സോൺ EV വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ ഇലക്ട്രിക് മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും വരുത്തിയിട്ടുണ്ടായത്. രണ്ടാമത്തെ ഒരു കാര്യം, ബഡ്ജറ്റ്. എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന നല്ല ബഡ്ജറ്റിലായിരുന്നു ഈ വാഹനം വന്നത് എന്നുള്ളതും അതിലൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരുപാട് ആൾക്കാർ കണ്ട് റഫറൻസിലും ഒക്കെ എടുക്കുന്നവരുണ്ട്. ഇപ്പം ഈ ഇലക്ട്രിക് വാഹനം ഒരിക്കൽ ഉപയോഗിച്ച ആളുകൾ സ്വാഭാവികമായിട്ടും ഫാൻ ആവുകയും അവരുടെ ലാഭവും അവരുടെ ഉപയോഗ സുഖവും ഒക്കെ കാണുമ്പോൾ അടുത്ത ആളത് എടുക്കുകയും ഒക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് എലമെൻറ്റുകൾ ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ നെക്സോൺ EVയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നമ്മളോട് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.